ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന പ്രതികരണത്തിൽ യഥാർത്ഥത്തിൽ ഒരു മാധ്യമപ്രവർത്തക നിലയിൽ എനിക്കൊരു ഭയം കൂടിയുണ്ട്. കാരണം ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണോ ഇയാൾ എന്ന് സംശയമുണ്ടാക്കുന്ന രീതിയിലാണ് അവന്തികയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. അവന്തികയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: അയാൾ എന്നോട് ചാറ്റ് ചെയ്തപ്പോൾ ആവശ്യപ്പെട്ടത് കേരളത്തിന് പുറത്ത് എനിക്ക് നിങ്ങളെ ഒന്ന് ബലാത്സംഗം ചെയ്യണം എന്നാണ്. എനിക്ക് നിങ്ങളെ റേപ്പ് ചെയ്യുന്നത് പോലെ ബന്ധപ്പെടണം എന്ന് പറയുന്ന ഒരാൾ കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു നിയമസഭാ സാമാജികനായി പാലക്കാട് പോലെയൊരു മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് എങ്ങനെ തുടരും എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ രണ്ടു വ്യക്തികൾ തമ്മിലുള്ള ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധങ്ങളാണ് എന്നിരിക്കട്ടെ. ഗർഭചിത്രം അടക്കമുള്ള വിഷയങ്ങളുണ്ട്, അതിലേക്ക് വരാം. എങ്കിൽ പോലും പക്ഷേ ഇത് നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ അത് വാസ്തവമാണെങ്കിൽ, ആ അവന്തിക കോൾ ലിസ്റ്റ് അടക്കമാണ് നമ്മുടെ ചർച്ചയിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണോ ഇയാൾ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെ ഒരാളെ നിയമസഭ അർഹിക്കുന്നുണ്ടോ, പാലക്കാട്ടെ വോട്ടർമാർ അർഹിക്കുന്നുണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം ഒരു ഘട്ടം കഴിയുമ്പോൾ അത് പൊളിയുന്നു, അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസവുമായി മറ്റുള്ളവർ രംഗത്ത് വരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് വിൻസെൻ്റ് MLA-യുമായോ PK ശശിയുമായോ അതല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയുമായോ ഒക്കെ മുകേഷ് MLA-യുമായോ ഒക്കെ തന്നെ നമുക്കതിനെ സമീകരിക്കുകയും ചെയ്യാം. പക്ഷേ സമീകരണം സാധ്യമാകാത്ത 2-3 കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞു തന്നെ പോകണം.